ഓർക്കുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം എന്റെ കഷ്ടപ്പാട് ഒരു കാലം തീരില്ല സാർ. ചാട്ടമൊന്നൊക്കെ ഇഷ്ടംപോലെ അടിച്ച് എന്നെ ഭയങ്കര സങ്കടം ഉണ്ടാകും അവർക്ക് എന്നോട്. അവര് ജനൽ വഴിയാണ് എനിക്ക് ആഹാരമൊക്കെ കൊണ്ട് അറിയിച്ച് കാണാതെ തരുമായിരുന്നു. ജയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥ പോലെയാണ് ഞാൻ അനുഭവിച്ചത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അറിയിച്ച് വന്ന് എന്റെ മുടിയിൽ വലിച്ചു പിടിച്ച് എന്നെ തറയെ തള്ളിയിട്ട് എന്നിട്ട് ചവിട്ടി ചൂടുള്ള അടുത്ത് ഒഴിച്ച്. നമസ്കാരം മഞ്ജു. നമസ്കാരം സാർ. ഒരുപാട് ജീവിതത്തിൽ കഷ്ടതയും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചല്ലേ? ഒത്തിരി അനുഭവിച്ച്. വളരെ ചെറുപ്പം തൊട്ടേനെ ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടത ഒരുപാട് ഞാൻ അനുഭവിച്ച്. 9 വർഷമാണ് പ്രവാസി. 9 വർഷമാണ് പ്രവാസി. 9 വർഷമാണെങ്കിലും പല രാജ്യത്താണ്. അതെ. കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞ ഞാനാണ്. പിന്നെ ഒരു ഭർത്താവ് വേറൊരാളോട്ട് ഇഷ്ടത്തിലായി. അങ്ങനെ ഞാൻ ഇറങ്ങിപ്പോയി. എത്രാമത്തെ വയസ്സില്? 14ാമത്തെ വയസ്സില് എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വീട്ടുകാരൊക്കെ ഉപേക്ഷിച്ച ഒരു കാലഘട്ടത്തിൽ എന്റെ ഭർത്താവ് ഉപേക്ഷിച്ച് 2 കുഞ്ഞുങ്ങളായതിനു ശേഷം. അപ്പൊ എത്ര വയസ്സായി? അപ്പോഴ് ഭർത്താവ് ഉപേക്ഷിച്ച് പോകുമ്പോ 22 വയസ്സ്. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്ത് ചെയ്യാനൊന്നും അറിയാതെ ഞാൻ ഈ പാളയം പള്ളിയിലൊക്കെ വന്ന് എന്റെ 2 കുഞ്ഞുങ്ങളും കൊണ്ട് പാളയം പള്ളിയിലൊക്കെ വന്ന് 30 രൂപയും കൊണ്ട് പാളയം പള്ളിയിലൊക്കെ വന്ന് എന്റെ മക്കളെ എവിടെയെങ്കിലും ഒരു അഭയം നിർത്താൻ വേണ്ടിട്ട് അങ്ങനെ പാളയം പള്ളിയിൽ അച്ഛൻ എന്റെ മോനൊരു അഭയം തന്നു. പിന്നെ മോക്കും അച്ഛൻ തന്നെ അതിൻ്റെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. മോളെ കൊണ്ട് വെട്ടുകാട് നിർത്തിയിട്ട് അങ്ങനെ ഞാൻ പോകുന്ന സമയത്തിൽ അതിന് മുന്നേ വളരെ കഷ്ടപ്പെട്ട സമയത്ത് വെട്ടുകാട് ഇരുന്ന സമയത്താണ് എന്റെ അടുത്ത് ഒരു അമ്മ വന്ന് ചോദിച്ച്. അപ്പൊ മഞ്ജു എവിടെയാണ് കിടക്കുന്നത്? ഞാൻ കിടക്കുന്നത് ചുരുക്കി ഞാൻ കിടക്കുന്ന എന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിലാണ്. അപ്പൊ ഈ 2 മക്കളെ എവിടെയെങ്കിലും ആക്കിയിട്ട് എനിക്കൊരു വീടോടെ നിൽക്കണമെന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിന്നത്. ആ സമയത്ത് ഒരു അമ്മ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ച്, എന്ത് മോളെ നീ വല്ലതും കഴിച്ചെന്നിട്ട്? ഞാൻ ഒന്നും കഴിച്ചില്ല. പിന്നെ അമ്മ വെട്ടുകാട് പള്ളിയിൽ വെച്ച് അമ്മ വിളിച്ചുകൊണ്ട് എനിക്ക് ആഹാരം മേടിച്ചു തന്നപ്പോൾ എനിക്ക് വല്ലാത്ത ക്ഷീണമൊക്കെ തോന്നി. കാരണം തളർച്ച, ഭക്ഷണം കഴിക്കാത്ത ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മ ഒരാളിനെ പരിചയപ്പെടുത്തി തുറന്നു. പെരുമാതുറയുള്ള പ്രസാദം എന്ന് പറഞ്ഞ ആ ആളുമായിട്ട് പരിചയപ്പെട്ട് ആള് പറഞ്ഞ് പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞ്. അങ്ങനെ എനിക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ പറഞ്ഞ് ഒന്നും പേടിക്കണ്ട, ഞാൻ തരാം, എന്തായാലും നീ പോയി രക്ഷപ്പെടണം എന്ന് പറഞ്ഞ ആളെനിക്ക് പാസ്പോർട്ട് എടുത്ത് മെഡിക്കൽ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ട് കൊണ്ട് കയറ്റിവിടാൻ സമയത്ത് എയർപോർട്ടില്ല. അപ്പോഴേ ഞാൻ ഇതിൽ നിന്നും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇരിക്കുന്ന സമയമായിരുന്നു. എയർപോർട്ടിൽ വെച്ച് അവിടെ എയർപോർട്ട് ജോലിയുള്ള 2 പേര് അവിടെ വന്ന് എൻ്റെ അടുത്തുനിന്ന് ചോദിച്ച്, പിന്നെ പേരെന്ന് ചോദിച്ച്. ഞാൻ മഞ്ജു ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇവര് അറിഞ്ഞുകൊണ്ടുള്ള കളികളാണെന്നാണ് എനിക്ക് അറിഞ്ഞുകൂടെയിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പൊ 7:45 ഫ്ലൈറ്റ്. എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് റൂമിൽ പോയി ഡ്രസ്സ് മാറാൻ വന്നപ്പോഴത്തേക്ക് ഡ്രസ്സ് മാറി ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ ഏജന്റ് എന്നെ വിളിച്ച് റൂമിൽ കൊണ്ടുപോയി. റൂം എടുത്ത് അവിടെ കൊണ്ടുപോയി. പക്ഷെ ഞാൻ പറഞ്ഞു റൂമിനകത്ത് കയറിയില്ല. ഞാൻ റൂമിനകത്ത് കയറണതിന് മുന്നേ തന്നെ ദൈവത്തിനൊരു അനുഗ്രഹം, എന്തോ ഒരു ചൈതന്യം ഉള്ളതുകൊണ്ട് ഈ എയർപോർട്ട് വെച്ച് കണ്ട അവര് 2 പേരും ഞാൻ അവിടെ ആ റൂമിൽ കണ്ടായിരുന്നു. അപ്പോഴും ഞാൻ കയറിയില്ല. ഞാൻ പുറത്ത് തന്നെ ഇരിക്കായിരുന്നു. ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്ലൈറ്റിന് സമയമായി. പോയി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കയറി ഞാൻ ഷാർജയിൽ പോയി ഇറങ്ങുന്ന സമയത്ത് ഷാർജയിലാണ് പോണത്. പോയി എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്തോ ഒരു ലക്ഷ്യം വെച്ച് ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴാണ് അവിടെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ബോംബെ ഷാജിയും ലൈലെ. അവര് ഈ പെണ്ണുങ്ങളെ കൊണ്ടുപോയി ഇങ്ങനെ വിൽക്കുന്ന ഒരു ഏർപ്പാടാണെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞ. ആരും പറഞ്ഞല്ല, അവിടെ ചെന്ന് മനസ്സിലാക്കിയതാണ്. ഞാൻ അവിടെ ചെന്ന സമയത്ത് അവരെന്റെ അടുത്ത് ചോദിച്ചു, മഞ്ജുഷ അല്ലേ എന്ന് ചോദിച്ച്. ഞാൻ അങ്ങനെ എന്റെ നിറവും ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവരൊന്ന് എന്റെ ബാഗ് വാങ്ങിച്ച് ടാക്സിയിൽ കയറ്റി എന്നെ നേരെ ഒരു റോളയിലാണ് കൊണ്ടുപോയത്. അപ്പൊ ആ സ്ഥലം അറിയപ്പെടുന്ന പിന്നീടാണ് ആ റോളാണോ അറിയപ്പെടുന്നത്. അങ്ങനെ ഒരാഴ്ച എന്നെ റൂമിലിട്ടിട്ട് അവര് അവിടുത്തെ ജോസ്കയിലൊക്കെ കൊണ്ടുപോയി എനിക്ക് കമ്മലൊക്കെ മേടിച്ചു തന്നു. പിന്നെ ബ്യൂട്ടീഷ്യനിൽ കൊണ്ടുപോയി എൻ്റെ കുറച്ച് മുടി തോന ഉണ്ടായിരുന്നു, ബോബ് ചെയ്യിപ്പിച്ച്. പിന്നെ ഫാഷന്റെ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു തന്ന് എന്നെ ഒരാഴ്ച റൂമിലിട്ടിരുന്നു. അപ്പോഴ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വന്ന് കുറെ 2-3 പേരൊന്ന് വില പേശ പോലെ എന്നുവെച്ചാൽ ഒരു പെണ്ണിനെ വിൽക്കുന്ന ആ രീതിയിലുള്ള. അപ്പൊ എനിക്ക് അപ്പോഴും മനസ്സിലായി, കാരണം 2 കുട്ടികളെ അമ്മയാണ് ഞാൻ. അപ്പൊ ഒരാൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പോയി നിന്നില്ല. അവരെന്നെ വിളിച്ച് അടുത്തൊന്ന് നിൽക്കാൻ വന്നു. ഞാൻ പോയില്ല. അപ്പോഴ് ഇവർ ഈ കൊണ്ടുപോയി അവർക്ക് എന്നെ മനസ്സിലായി ഞാൻ അതിൽ വഴങ്ങൂല എന്ന്. അവ അടുത്ത് തിരിച്ച് അവിടെയുള്ള കുറെ പെമ്പിള്ളേരുണ്ടായിരുന്നു. അവരെ കൂടെ പറഞ്ഞ് എന്നെ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്തെടുക്കാൻ പറഞ്ഞു. ഞാൻ അതിൽ നിന്നില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് ഇവരെന്നെ ഒരു ഫ്ലാറ്റിൽ കൊണ്ടുപോകുന്നു. ഒരു ഫ്ലാറ്റിൽ കൊണ്ടുപോയപ്പോൾ അവിടെ കുറെ പെണ്ണും ആണും ഉണ്ടായിരുന്നു.
അവിടെ നിന്ന് എനിക്ക് മനസ്സിലായി സംഭവം, എനിക്ക് നല്ലോണം പിടികിട്ടി. അവിടെ നിന്ന് ഞാൻ ക്യാമറ കണ്ടത്, ഞാൻ എടുത്ത് ചാടി ഓടി. അവിടെ നിന്ന് ഞാൻ ഓടി. അപ്പൊ അവിടെ ഉള്ള ആൾക്കാർ എന്നെ ഒരു ടാക്സിയിലും എല്ലാവരും വന്ന് പിടിച്ചു. കാരണം ഞാൻ ഓടി, ഒരു ലക്ഷ്യമില്ലാത്ത ഓട്ടോടെ ഞാൻ ഓടിയത്, എവിടെ അറിഞ്ഞുകൂടാതെ രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷെ നമ്മളെ നാടല്ല ഇത്, എവിടെ പോയാൽ രക്ഷപ്പെടും എന്നുള്ള ഒരു രണ്ടും കൽപ്പിച്ചുള്ളവർ ഇറങ്ങി ഓട്ടമായിരുന്നു. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ അത് എന്താണ് അങ്ങനെ സംഭവിച്ചെന്ന് കേട്ടാല്. കാരണം ഒന്നേം മരിക്കണം അല്ലെങ്കിൽ ജീവിക്കണം എന്നുള്ള അങ്ങനെ ഇറങ്ങി ഓടപ്പോഴേ ഇവര് വണ്ടി കൊണ്ടിട്ട് ചേർത്ത് ഇവര് എന്നെ പിടിച്ച് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതിനിടയിൽ തന്നെ ഇവരെന്നെ ടാക്സിയിൽ കയറ്റി അവർ കൊണ്ടുപോയി എന്നെ ദേഹോത്തരമൊക്കെ ചെയ്ത് ഷാർജിൽ വെച്ച്. എന്നിട്ട് അവര് എന്നെ കൊണ്ടുപോയി ഏജന്റ് അടുത്ത് വിളിച്ചു പറഞ്ഞു, എന്റെ അടുത്തൊന്നും മനുഷ്യന്റെ അടുത്ത് വന്ന ആ കുട്ടിയുടെ അടുത്തൊന്നും പറഞ്ഞല്ലേ വിട്ടത്, നിങ്ങൾ എന്തോന്ന് കാണിച്ചത്, ഒന്നും പറയാത്തെന്ത്, പറഞ്ഞു വിടാത്തെന്ത് ഒന്നും. അങ്ങനെ ആ സാഹചര്യത്തിൽ ഞാൻ കയറ്റി വിടയാണ്, അത് നമുക്ക് ഇവിടെ നിന്നാ നമ്മളും കൂടെ അകത്താവേണ്ട ഗതികേടാണ് എന്ന് പറഞ്ഞ നേരെ അവരെന്നെ ആ റിട്ടയർഡ് ടിക്കറ്റിൽ തന്നെ അവര് ഉടൻ തന്നെ ഒരാഴ്ച പോലും ആയില്ല എന്നെ കയറ്റി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നു. ഒരുപാട് ചെയ്തു എന്ന് വെച്ചാൽ അവരെ രീതിയിൽ ഞാൻ വഴങ്ങാത്തതുണ്ട്. അവിടുന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് എനിക്ക് എന്റെ നാടെത്താൻ തിരുവനന്തപുരം എത്താൻ ഒരു നിവൃത്തിയില്ല. എന്റെ കാലിൽ 2 കമ്മലുണ്ടായിരുന്നു. അത് ഞാൻ ഒരു ഓട്ടോ ഡ്രൈവർ എടുത്തപ്പോ എനിക്കത് വിറ്റിട്ട് എനിക്ക് തിരുവനന്തപുരത്ത് എത്തണമെന്ന് പറഞ്ഞു. അയാൾ എന്നെ വഴി തെറ്റിച്ച് കൊണ്ടുപോയി. ഞാൻ അവിടെ നിന്ന് ഞാൻ കിടന്ന് വിളിച്ചു കൊടുക്കും. അയാൾ പറഞ്ഞ് ബഹളം വെക്കാതെന്ന് പറഞ്ഞ് എന്നെ വേറൊരു കടയിൽ കൊണ്ടുപോയി ഈ കമ്മലിനെ പണം വെച്ച് 2000 രൂപ വാങ്ങിച്ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി ഞാൻ നാട്ടിലെത്തി. ഇവിടെ തിരുവനന്തപുരം എയർപോർട്ടിലെത്തി. ഞാൻ എത്ര ദിവസം ഉണ്ടായിരുന്നു ഇവിടെ? എത്ര ദിവസം? പോയ ഒരു 5 ദിവസം ഉണ്ടായിരുന്നു. കാരണം അവരെന്നെ നല്ല രീതിയിൽ നോക്കി. പക്ഷെ എന്റെ ഡ്രസ്സൊക്കെ അവര് പാക്ക് ചെയ്ത് തന്നു. ആ സമയത്ത് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് എന്നെ ഒരാള് കുവൈറ്റിൽ കൊണ്ടുവന്ന് വിളിച്ച്. അത് എങ്ങനെയെങ്കിലും കാരണം ഞാൻ ഒരു മരണത്തിന്റെ വക്കി നിൽക്കുന്ന ആ സാഹചര്യമാണ്. പിന്നെ വിളിച്ച് മക്കളെ കണ്ട് പിന്നെ എന്റെ അമ്മാവിയാണ് വിളിച്ചോണ്ട് വന്നത്. മക്കൾ നിന്നിടത്തും ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. മഠത്തിൽ നിന്ന് എന്റെ അമ്മാവി എന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് എന്റെ അമ്മാവി, എന്റെ ഭർത്താവിന്റെ അമ്മ. എന്റെ ഭർത്താവ് പോയെങ്കിലും എന്റെ അമ്മാവിയാണ് എനിക്ക് എല്ലാം നല്ല അമ്മയാണ്. എന്റെ അമ്മയെ പോലെയാണ്. കുവൈറ്റിൽ പോയി ഇതേപോലെ അവിടെ ചെന്ന് ഞാൻ അറബിയുടെ വീട്ടിൽ, അവിടുത്തെ ഓഫീസ് ശരിയല്ല, എന്നെ കുവൈറ്റിൽ കൊണ്ടുപോയി അവിടുത്തെ ഓഫീസ് മുഖേന ഒരു അറബിയുടെ വീട്ടിലാക്കി. എനിക്ക് ഭാഷ അറിഞ്ഞുകൂടാ, ആദ്യത്തെ സാഹചര്യമാണ്, ഭാഷ അറിഞ്ഞുകൂടാ. എനിക്ക് 3 മാസം എന്നിട്ട് വളരെ കഷ്ടപ്പെടുത്തി ജോലി ചെയ്ത് ശമ്പളം പോലും ഇല്ല. ശമ്പളം ഇല്ലാതെ എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിലെ കാര്യം ഓർക്കുമ്പോൾ അതൊരൊറ്റ അങ്ങനെ ഭയങ്കര വിഷമത്തിലൊക്കെ ആയ സമയത്ത് ഭക്ഷണമൊക്കെ വളരെ കുറവായിരുന്നു. അതിലൊന്നും എനിക്ക് വലിയ ഇമ്പോർട്ടിങ് ഇല്ല. അല്ല, അവിടെ ദേവോത്രം ഇല്ലായിരുന്നു. വേറെ എടുത്ത് പോയി. എടുത്തിട്ട് അവിടെ നിന്ന് ഒരു ഓഫീസ് വിളിച്ചു പറഞ്ഞ അടുത്ത വേറെ എടുത്ത് വീണ്ടും അങ്ങനെ മാറി 1 വർഷം വരെ എന്നെ ഈ കുവൈറ്റിലിട്ട് എന്നെ കറക്കി ശമ്പളം ഇല്ല. പല വീട്ടുകളിലും പോയി ജോലി ചെയ്യും, ടെൻഷൻ എടുക്കും, ശമ്പളം ഇല്ലാതെ ഇട്ട് കറക്കി ലാസ്റ്റ് വേറൊരു വീട്ടിൽ ഒരു കണ്ണേണ്ടോട് ഒരു അമ്മാമ്മ നോക്കാൻ കൊണ്ടുപോയി. ഇറാനി അവിടെ കൊണ്ടാക്കി. അവിടെ 1, 2 ഒക്കെ എടുത്ത് ഞാൻ വളരെ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് സഖിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. ശമ്പളം ഇല്ല, ശമ്പളം ഇല്ലാത്ത ജോലി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഓടി. അവിടെ നിന്ന് ഒരു നേഴ്സ് എന്നെ രക്ഷപ്പെടുത്തി. ആ മാഡത്തിന്റെ കൂടെ ഞാൻ നിന്ന്. ആ മാഡത്തിനോട് കുറച്ച് നാൾ ഒരു 9 മാസം അക്കാമയില്ലാതെ കുവൈറ്റിൽ നിന്ന്. കുവൈറ്റിൽ അക്കാമയില്ലാതെ എന്ന് വെച്ചാൽ ഈ 2 വർഷം ഈ മാറി എന്നെ 1.5 വർഷം 1 വർഷമായിട്ട് കറക്കി. പിന്നെ 1 വർഷം ഒരു അറബിയുടെ വീട്ടിൽ കൂടെ നിന്ന്. അപ്പോൾ ശമ്പളം ഇല്ല. പക്ഷെ ശ്രീലങ്കയും ഈ മറ്റേ ഇത്തോപ്യ അവരൊക്കെ അവര് ചെല്ലും കൂടെ എന്നെ വിട്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ ഭാഷ അറിയണം. പിന്നെ എനിക്ക് ഭാഷയൊക്കെ മനസ്സിലായപ്പോ എനിക്ക് നല്ലോണം ഓരോ കാര്യങ്ങൾ ശമ്പളമൊക്കെ ഞാൻ ചോദിച്ചു നോക്കി. 1 വർഷം എനിക്ക് ശമ്പളം കിട്ടി. ആ 1 വർഷം ശമ്പളം കിട്ടി ഞാൻ വീട്ടിലയച്ച് എന്റെ അമ്മായിയുടെ പേർക്ക്. പക്ഷെ ഈ 2 വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്നെ ഒരു വീട്ടിൽ കൊണ്ടാക്കി. ആ അറബിച്ച് അവളെ കാറ് കഴുകണം, അവരുടെ കാറ് കഴുകണം, അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ അവര് ഞാനും കൂടെ ഭയങ്കര അടി വഴക്കൊക്കെ ആയി. കുവൈറ്റില് ഭയങ്കര അടി. എന്ന് വെച്ചാൽ കുവൈറ്റില് അറബിയുടെ വീട്ടില് മുദീറാണ്, അടുത്ത അറബി മുദീറാണ്. അയാൾ പാവമാണ്. പക്ഷെ ഈ അറബിച്ച് ഭയങ്കര സാധനമായിരുന്നു. എന്റെ ശമ്പളം തരൂല. പിന്നെ എൻ്റെ അടുത്ത് കാറ് ഞാൻ പറഞ്ഞു മാമ തണുപ്പാണ്,
ഭയങ്കര സമ്മറാണ്. അപ്പൊ പിന്നെ എനിക്ക് ഞാൻ ചായ കുടിച്ചിട്ട് കഴുകുന്നപ്പോ ഇല്ല നീ ഇപ്പം തന്നെ കഴുകാന്ന് പറഞ്ഞു. അപ്പൊ ഒരു ശ്രീലങ്ക ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഭയങ്കര അടിയായി. എന്നെ അവരിങ്ങനെ മുറിഞ്ഞതാണ് ഇവിടെ. അങ്ങനെ ഭയങ്കര എന്നെ ഇഷ്ടം പോലെ അടിച്ച് കുവൈറ്റിലിട്ട് അറബിച്ചൊരു വീട്ടിലിട്ട് അടിച്ച് അവിടെ എന്നെ 3 ദിവസം അവർ കൂട്ടിയിട്ട് ഈ ശ്രീലങ്കയാണ് എനിക്ക് ഭക്ഷണമൊക്കെ ജനൽ വഴി കൊണ്ട് തരുമായിരുന്നു. അങ്ങനെ ജനൽ വഴി ജനൽ വഴി തരുന്നു. അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞു. അവിടെ നിന്ന് രക്ഷപ്പെട്ടില്ല. അവിടെ ഇവര് ഒരു ഓഫീസിൽ എന്നെ വിട്ട്, ഓഫീസിൽ നിന്ന് ഒരാൾ വന്ന് എന്നെ അവിടെ കൊണ്ടുപോയി. അവിടെ അതിൽ നിന്നും ആരോ പറഞ്ഞ പോലെ പോകേണ്ടടുത്ത് അത്രയും പട പഠിച്ച് പന്തളത്തിലും തൂട്ടുകെട്ട് പട എന്ന് പറഞ്ഞാൽ അവിടെ അതിന്റെ അപ്പുറം വരുന്നത്. അവിടെ കുറെ കഷ്ടപ്പെട്ട് ശമ്പളമില്ല, ആഹാരമില്ല. ഇവിടൊക്കെ പിന്നെ ഈ അവിടെ ഉള്ള ഒരു അറബിച്ചയുടെ ഹോസ്പിറ്റലിൽ പോയിരുന്ന ഒരു നേഴ്സിന്റെ നമ്പർ എനിക്കുണ്ട്. അത് നല്ലത് ഒരു 50 വയസ്സുണ്ട് ഒരു അമ്മയുടെ നമ്പർ. എനിക്ക് അവര് പറഞ്ഞു നീ എന്നോടൊപ്പം നീ എവിടെ എപ്പോഴെങ്കിലും നീ എന്നെ വിളിച്ചത് ഞാൻ നിന്നെ വന്ന് പിക്കപ്പ് ചെയ്തോളാം. അങ്ങനെ ഞാന് സഖി കെട്ട് ഈ മേളത്തിനെ വിളിച്ച് ഇവരോട്ട് നിന്ന് അങ്ങനെ ഇവര് ഹോസ്പിറ്റലിൽ പോകും. ഇവരെ കൂടെ 9 മാസം അക്കാമല്ലാതെ നിന്ന്. എത്ര മാസം? 9 മാസം അക്കാമല്ലാതെ നിന്ന്. അവര് ശമ്പളം കറക്റ്റ് തരുമായിരുന്നു. മലയാളിയാണ്. അങ്ങനെ ശമ്പളം തരുന്നു കറക്റ്റാ നിന്ന്. 9 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഫ്ലാറ്റിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോഴത്തേക്കാണ് എന്തായാലും പാസ്പോർട്ട് പോലെ മുതിർ പോലീസും ചോദിച്ച് എൻ്റെ അക്കാമ്മ ചോദിച്ചു. ഞാൻ മാഫി ബാബ അക്കാമ്മ പോയി പത്താക്ക എവിടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പത്താക്ക ഇല്ല, എൻ്റെ ഹപ്പീലെന്ന് ചോദിച്ചു. ഞാൻ പറയാം ഹപ്പീലിന്റെ നമ്പർ കൊടുത്ത്. നേഴ്സല്ല, എന്റെ അറബിയാണ് എന്റെ കഫീല്. നേഴ്സിന്റെ വീട്ടിൽ ഞാൻ അക്കാമല്ലാതെ അങ്ങനെ എന്നെ കുവൈറ്റിൽ നിന്ന് എന്നെ അവര് എന്റെ മാഡത്തിനെ വിളിച്ചിട്ട് പറഞ്ഞ് ഒന്ന് പൈസ കെട്ടിവെച്ച് വിസ അടിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കയറ്റിവിടാനുള്ള സെറ്റും. അങ്ങനെ എന്നെ കൊണ്ടുപോയിട്ട് അവർ പറഞ്ഞ് എന്റെ കഫീലിനെ വിളിക്കാന്ന്. കഫീലിനെ വിളിച്ച് പാസ്പോർട്ട് കൊണ്ടുവന്ന് 3 ദിവസത്തിന് വെച്ച് എന്നെ കുവൈറ്റിൽ നിന്ന് കയറ്റിവിട്ട്, നാട്ടിൽ കയറ്റിവിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സിംഗപ്പൂരിൽ പോയി. അവിടെ ഒരു പ്രശ്നമായിരുന്നു കുഞ്ഞിനെ നോക്കാൻ വേണ്ടി. 1 വർഷം നിന്ന് ഹാപ്പി ആയിരുന്നു. ഞാൻ നാട്ടിൽ വന്നു. പിന്നെ 1 വർഷം ദുബായിൽ പോയി. ദുബായിൽ ഇതല്ല ഈ എവര് കയറ്റിവിട്ടതല്ല, മറ്റേ ഷാർജയിലാണ് എന്നെ ഈ സംഭവം ഉണ്ടായത്. ഞാനിപ്പം പിന്നെ ഈ സിംഗപ്പൂരിൽ പോയിട്ട് വന്നിട്ട് പിന്നെ ദുബായിൽ പോയി. ദുബായിൽ പോയപ്പോഴത്തേക്ക് മോള് പ്രായമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ കയറി വന്ന് മലയാളിയുടെ വീട്ടില്. പിന്നെ ഇതിനിടയിൽ ഇന്തോനേഷ്യയിൽ പോയി. സിംഗപ്പൂരിൽ പോയ സമയത്ത് പിന്നെ സിംഗപ്പൂർ നിന്ന സമയത്ത് ഹോങ്കോങ്ങില് എന്ന് വെച്ചാൽ വിസ അടുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 10 ദിവസം മാറിക്കണം. അങ്ങനെയൊക്കെ കുറച്ച് ദിവസം പോയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇനി ഈ വെളിരാജ്യമേ പോകില്ല എന്ന് പറഞ്ഞ് ഞാൻ നാട്ടിൽ വന്ന് നിന്ന സമയത്ത് കവടിയാറായിരുന്നു ഞാൻ താമസിക്കുന്നത്. അപ്പൊ മക്കളും ഞാനും ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കരുത്. എൻ്റെ അമ്മാവിയും ഉണ്ട്. അപ്പോഴേ ഈ വീമളിയുള്ള ഒരാൾ. അതാണ് ഏറ്റവും ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത, മരിച്ച പോലും മറക്കാൻ പറ്റാത്ത അനുഭവം. അയാൾ ഒന്ന് 25,000 എനിക്ക് കൊണ്ട് തന്നു. പിന്നെ കാരണം എന്തായാലും ഞാൻ കുവൈറ്റിൽ പിടിച്ചു പറിച്ച് ഞാൻ നിൽക്കും പോലെ 3 വർഷം നിന്നാണ്ട് നൈസിനാറുണ്ട്. അപ്പൊ ഇവര് ഇവിടെ നിന്ന് 7-8 ലക്ഷം രൂപ അവിടത്തെ രൂപ അവര് വാങ്ങിച്ച് എന്നെ അവിടെ കൊടുക്കാന്ന് പറഞ്ഞു അറബിയുടെ വീട്ടില്. ഞാൻ എന്നെ ഇവിടെ നിന്ന് മദ്രാസിൽ പോയി എന്നെ കയറ്റി വിടുന്നു. ഞാനും എൻ്റെ സഹോദരനും ഉണ്ടായിരുന്നു. എന്നെ കയറ്റി വിടുന്നു. ഞാൻ ഒമാനിൽ ഇറങ്ങിയിട്ട് ഒമാനിൽ നിന്നാണ് റിയാദിൽ പോകുന്നത്. റിയാദിൽ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ അറബി ഒന്ന് എന്നെ വിളിച്ചോണ്ട് പോയി. അവസാനം വിളിച്ചോണ്ട് പോയി. ചെന്നോടനെ തന്നെ ഈ അറബി എൻ്റെ പാസ്പോർട്ട് അയാളെ ഉമ്മയുടെ കയ്യിൽ കൊടുത്തു. പിറ്റെന്ന് എന്നെ സിമ്മന്റെ ചാക്ക് എന്നെ കൊണ്ട് ചോദിപ്പിച്ച്. അങ്ങനെ സിമ്മന്റ് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വീട്ടു ജോലി അല്ലാതെ എല്ലാ ജോലിയും ഞാൻ ചെയ്യും. പക്ഷെ ഈ തലയിൽ ഇങ്ങനെ ചെമടെടുക്കുന്ന എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. സിമ്മന്റ് ഒക്കെ ചുമന്ന് അങ്ങനെ ഒരുപാട് ഇഷ്ടംപോലെ എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തി, ഒരുപാട് കഷ്ടപ്പെടുത്തി. അങ്ങനെ അപ്പോഴും ആഹാരമില്ല, ആഹാരമില്ല. രണ്ടാമത്തെ ഒരുപാട് ജോലി, ഉറക്കമില്ല. അങ്ങനെയൊന്നും ഒരു ദിവസം എനിക്ക് നെഞ്ചൊക്കെ തേളടി പോലെ വന്ന് അങ്ങനെ ഭയങ്കര ഇതായി. ഞാൻ താഴെ വീഴുന്ന സമയത്ത് അവര് എന്റെ പുറത്തോട് ചൂടുവെള്ളമെടുത്ത് ഒഴിച്ച് ഇറവിച്ച് റിയാദില് എക്സിറ്റി 16 ആദ്യം നിന്നത്. രണ്ടാമതാണ് മലാസില് കൊടുക്കുക. അവിടെ നിന്ന് എന്നെ ഒരു ശ്രീലങ്കയാണ്, അവിടെ നിന്ന് എന്നെ വിളിച്ചോണ്ട് പോയി മലാസിൽ ഒരു വീട്ടിലാക്കി. അവിടെ കുറച്ച് ദിവസം നിന്നപ്പോഴത്തേക്ക് എന്റെ ശമ്പളം ഈ ശ്രീലങ്ക വാങ്ങിച്ചിട്ട് എന്നെ അവിടെ നിന്ന് വേറൊരു വീട്ടിൽ കൊണ്ടാക്കി. അങ്ങനെ കുറെ വീടിട്ട് കറക്കി 1.5 വർഷം ഇതേപോലെ ഇട്ട് കറക്കി ലാസ്റ്റ് ഈ ശ്രീലങ്ക എന്നെ ദേവോത്രം ചെയ്തു.
ശ്രീലങ്ക എന്നെ ദേവത്രം ചെയ്ത് പിന്നെ ലാസ്റ്റ് ഒരു വീട്ടിൽ കൊണ്ടാക്കി കുറെ പൈസയൊക്കെ മേടിച്ചവര് കൊണ്ടാക്കി. അവിടെ ഞാൻ നിന്ന് ജീവിതത്തില് അനുഭവിക്കാനുള്ളതെന്ന് വെച്ചാല് ഇനി എനിക്ക് ഞാൻ മരിക്കുന്ന സമയത്ത് പോലും എനിക്ക് ഇത്രയും കഷ്ടപ്പാടുണ്ടാവും. പിന്നെ പോയിട്ടില്ല, അതിനുശേഷം ഒരിടം പോയിട്ടില്ല. അവിടെ ഒരുപാട് അനുഭവങ്ങൾ അനുഭവിച്ച്. കാരണം എന്ന് വെച്ചാൽ അവിടെ വന്നാണ് എനിക്ക് ഹാർട്ടിന് പ്രശ്നമായത്. അങ്ങനെ സൗദി പോലീസ് പരിശോധന പെട്ടെന്ന് എത്ര പെട്ടെന്ന് നാട്ടിൽ അവിടെ വെച്ച് എനിക്ക് ശമ്പളം ഇല്ല, ആഹാരം ഇല്ല, എന്നെ കൂട്ടിയിട്ടിരുന്നു. എന്നെ ആ ചാട്ട വാറിന് എനിക്ക് 3-4 അടി കിട്ടി. അറിവിച്ച് ഇത് അറബി അറിഞ്ഞിട്ടില്ല. ഇവിടുത്തെ അറബിച്ചും കൂടെ പിന്നെ വഴക്കായി എന്തിനങ്ങനെ ചെയ്തെന്നൊക്കെ ഉള്ള ഒരു പ്രശ്നത്തില്. അങ്ങനെ ആഹാരമില്ല 4 ദിവസം റൂമിൽ കൂട്ടിയിട്ടിരുന്നു. എൻ്റെ കയ്യിലുള്ള ചെറിയ ഫോണാണ്. ആഹാരം ഇല്ലാതെ ഞാൻ തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് വെള്ളം കുടിച്ച്. പക്ഷെ ലാസ്റ്റ് എനിക്ക് വയറിനൊക്കെ പ്രശ്നം ഉണ്ടായി. ഒരുപാടെന്ന് വെച്ചാൽ ഞാൻ അവിടെ കിടന്ന് ജീവിതത്തിൽ മരിക്കാത്തത് എൻ്റെ ഭാഗ്യം. പിന്നെ എന്തോ ഒരു മനസ്സിനകത്തൊരു ധൈര്യം ഉണ്ടായി. ഞാൻ എൻ്റെ ഫോണിൽ അവിടെ എനിക്ക് 1-2 റീചാർജ് ചെയ്ത് തന്നു. അകത്ത് 4 ദിവസം പൂട്ടിയിട്ട് റീചാർജ് ചെയ്ത് അത് വെച്ച് ഓരോരുത്തരെ വിളിച്ച് ഒരു കേളി സംഘടന ഒരു നമ്പർ കിട്ടി. കൊഞ്ചറുള്ള ഒരാളുടെ നമ്പർ കിട്ടി. അങ്ങനെ ഇതിൽ കുറെ ഈ സംഘടനയുടെ നമ്പറാണ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇന്ത്യൻ അവരെനിക്കൊരു ഇന്ത്യൻ എംബസിയുടെ നമ്പർ തന്നു. ഇന്ത്യൻ എംബസിയുടെ നമ്പർ തന്നപ്പോൾ ഈ ഇന്ത്യൻ എംബസി ഒരു മലയാളിയാണ്, കണ്ണൂരുള്ള. ഞാൻ പറഞ്ഞ് ഞാൻ ഇങ്ങനെ അവപ്പെട്ട് കിടക്കുന്നു, എന്നെ രക്ഷപ്പെടുത്തണം, ആരും ഇല്ലാത്തൊരു സാഹചര്യമാണ്, ഞാനിവിടെ ശ്വാസമായിട്ട് മരിക്കാതിരുന്ന കൊള്ളാമെന്ന്. അപ്പം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ച്. ഫോണിൽ പൈസ ഉണ്ടെന്ന് ഞാൻ പൈസ ഉണ്ട്, വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് തിരിച്ചെന്നെ ആ നമ്പറിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് വിശദമായിട്ട് ചോദിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ലൊക്കേഷൻ കറക്റ്റാണ് പറഞ്ഞു കൊടുത്തു. പക്ഷെ എന്നിട്ട് എന്നെ പറഞ്ഞ ഒരു കാര്യം ചെയ്യാൾ നേരെ ഇന്ത്യൻ എംബസിയിൽ പോരാ, പക്ഷെ ഞങ്ങൾക്ക് വന്ന് കൊണ്ടുവരാൻ പറ്റൂല, ഇന്ത്യൻ എംബസി വരാൻ പറഞ്ഞ്. അങ്ങനെ ഒരു ടാക്സിക്കാരൻ്റെ നമ്പർ എന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ടാക്സി ആൾ കണ്ടുപിടിച്ചു എന്നെ നേരെ ഇന്ത്യൻ എംബസി കൊണ്ടു. പക്ഷെ 3 മാസം ബെഡ് ആശുപത്രി അഡ്മിറ്റ് ആയിരുന്നു. ഇല്ല, അവിടെ സൗദിയിൽ ഇന്ത്യൻ എംബസിക്കാർ എന്നെ അത് നോക്കിയത്. അതിനുശേഷം പോയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ആവാൻ വേണ്ടി ശ്രമിച്ചു, ഒന്നും ആയിട്ടില്ല. ജീവിതത്തിൽ ഒന്നും കഷ്ടപ്പാടേ ഉള്ളൂ. പക്ഷെ ഒരുപാടെന്ന് വെച്ചാൽ സൗദിയിൽ ഇതൊന്നും അല്ല അനുഭവം. ഞാൻ അനുഭവിച്ചതിനെ ഇഷ്ടംപോലെ ദേവോത്രം ചെയ്തു. എന്റെ മുടിയൊക്കെ ചുറ്റി പിടിച്ച് ചെവിലിട്ട് ഇടിച്ച് പിന്നെ ആഹാരം ഇല്ലാതെ 3 ദിവസം. പഴയ കാര്യങ്ങളൊക്കെ തോന്നുന്നു. പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് എന്തോ മറ്റുള്ളവർ മുമ്പ് ജീവിച്ച് കാണിക്കണം. ഞാൻ ഒറ്റപ്പെട്ടുള്ള ജീവിതം, ഈ നിമിഷം വരെ ഒറ്റപ്പെട്ടുള്ള ജീവിതമാണ്. അതൊക്കെ ഓർക്കാറുണ്ട്, പഴയ ഉപദ്രവിക്കുന്നത് എല്ലാം ഓർക്കാറുണ്ട്. ജീവിതത്തിലല്ല എല്ലാം ഓർക്കുക. ഒരുപാട് എൻ്റെ നല്ല പ്രായത്തില് കിട്ടാത്ത കുറെ കാര്യങ്ങളുണ്ട്. നല്ല പ്രായത്തിൽ ഒരു ജീവിതം ഇല്ല, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോഴെന്ത് ചെയ്യുന്നു? ഇപ്പോഴ് ഇവിടെ പുളിമൂട് ഉണ്ണി എന്ന് പറഞ്ഞ ഒരു സാറിന്റെ കൂടെ പാലിറ്റിക്കറിൽ അവിടെ ഞാൻ ജോലി ചെയ്യുന്നു. പക്ഷെ ആ സാറ് പാലിറ്റിക്കറിന്റെ കുക്കിംഗ് ആയിട്ട് പക്ഷെ നല്ലൊരു സാറാണ്. പിന്നെ ജനങ്ങൾ ഒരുപാട് സേവ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ സാറ്. അതോടൊപ്പം തന്നെ ഇനി വരും ദിവസങ്ങളിൽ തന്നെ ആ സാറ് നമ്മളെപ്പോലെ കുറേ ആൾക്കാരെ ചേർത്ത് പിടിച്ച് ഇത് ഒരു സംഭവം ഇത് മുന്നോട്ട് കൊണ്ടുപോയി എല്ലാവർക്കും ഒരു തുണയാകണമെന്നുള്ളൊരു ഇതിലാണ് ആ സാറിന്റെ ഒരു നല്ലൊരു സാറാണ്. അപ്പൊ ആ സാറിന്റെ കീഴിലാണ് ഞാൻ ഇപ്പൊ ജോലി ചെയ്യുന്നത്. പിന്നെ എന്തായാലും മഞ്ജുവിന് ആഗ്രഹം പോലെ തന്നെ നല്ല ജീവിതം, ഇനി അങ്ങോട്ടുള്ള ജീവിതം ഉണ്ടാവില്ല സാറേ. ഇനി അങ്ങോട്ടുള്ള ജീവിതം ദൈവം അതൊന്നും പറയാൻ പറ്റില്ല, മനുഷ്യന്റെ കാര്യമല്ലേ. ഇനി ഒരു ജീവിതം ഇല്ല. കാരണം ഞാൻ 2 മക്കളെ അമ്മയാണ്. അപ്പൊ ഇനി അങ്ങോട്ട് ഇനി ഒരു ജീവിതം ഇല്ല. അപ്പൊ ഇനി അങ്ങോട്ട് ഒറ്റപ്പെട്ടുള്ള മക്കളുമായിട്ട് സന്തോഷമായിട്ട് ഇനി ജീവിക്കാം. വാടക വീടാണ്. അതൊക്കെ എല്ലാം ശരിയാവും. താങ്ക് യു സാർ.